WCC ഉണ്ടാകുന്ന ഒരു മൊമെൻ്റ് നമ്മൾ മനസ്സിലാക്കണം. അതിനൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. കാരണം വളരെ പ്രിമിറ്റീവ് സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് തന്നെ പറയണം നമ്മുടെ ഇൻഡസ്ട്രിയൊക്കെ, പ്രത്യേകിച്ച് മലയാള ഇൻഡസ്ട്രിയൊക്കെ. പിന്നെ സിനിമയുടെ ചരിത്രം നോക്കുമ്പോൾ അത്ര വലിയ ചരിത്രമൊന്നും പറയാനില്ലല്ലോ. അങ്ങനെയുള്ളൊരിടത്തു നിന്ന് ആദ്യമായിട്ട് സ്ത്രീകളുടെ ഒരു മേൽക്കൈയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് മേ ബി കുറച്ചും കൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു നടിക്ക് അങ്ങനെ ഒരു ആപത്ത് നടന്നു എന്നുള്ളത് തന്നെയായിരിക്കാം. അതിനു മുമ്പും അതിന് ശേഷം പിന്നെയും കുറേ പ്രശ്നങ്ങൾ എത്രത്തോളം അല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, എപ്പോഴും സ്ത്രീകളുടെ മേലുള്ള എന്തെങ്കിലും അട്രോസിറ്റി ഉണ്ടാകുമ്പോൾ അത് ഈ വാവ് ഫീലിംഗ് പോലെ തന്നെയാണ്, ദുരന്തപൂർണ്ണമായിരിക്കണം. ഒരു മനുഷ്യരോട് നമുക്ക് വാവ് ഫീലിംഗ് ഉണ്ടാക്കുന്ന അത്ര തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥത്തിൽ അയ്യോ എന്ന് പറയുന്ന വിധത്തിൽ ദുരന്തപൂർണ്ണമായിരിക്കണം, ഭയങ്കര ട്രാജിക് ആയിരിക്കണം മനുഷ്യർ അതിൽ ഇടപെടണമെങ്കിൽ. ഇടയിലൊന്നും പറ്റില്ല. അതായത് ഒരു ഇൻഡീസൻസി കാണിക്കുന്നത് പറ്റില്ല എന്നുള്ളതൊന്നും ഇവിടെ വർത്തമാനമായിട്ട് പോലും എടുക്കില്ല. ഇത്രയ്ക്കും തരത്തിലുള്ള വളരെ ബ്രൂട്ടലായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റിലേക്ക് എത്തും എന്നുള്ളൊരു ഘട്ടത്തിൽ മാത്രമേ അതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാവുന്നുള്ളൂ. അത് ഉണ്ടായത് തന്നെ ഒരു കുറച്ചും കൂടി പ്രിവിലേജ് ആയിട്ടുള്ള സ്ത്രീകളുടെ നേതൃത്വത്തിലാണ്. അത് തന്നെ പോകുന്നത് ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും ചെയ്തിട്ട് അവിടെ നിന്നാണ് അത് പിന്നെ രൂപപ്പെടുന്നത്, ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കുന്നത് പോലെ തൊഴിൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന പോലത്തെ ഒരു പൊതുസമിതി ചേർന്നൊരു കളക്റ്റീവ് അല്ല അത്. സ്ത്രീകളുടെ കളക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന പല ഏരിയാസിലുള്ള പല ലെയറിലുള്ള സ്ത്രീകളെ ഒന്നിച്ചിരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ടല്ല ഉണ്ടാവുന്നത്. അവരുടെ ആ ഒരു കമ്മിറ്റി പോകുന്ന ആളുകൾ തന്നെയാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയ പരിമിതിയാണെന്ന് തന്നെ ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഇൻഡസ്ട്രിയിലെ വേറെ സ്ത്രീകളെയും വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്ത്രീകളെയൊക്കെ കൂടി വിളിച്ചിരുത്തിയിട്ട് വേണമായിരുന്നു അത് ഒരു ഡിസ്കഷൻ. അതുണ്ടായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്നും അതിൻ്റെ ഭാഗമായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്നും ഇൻഡസ്ട്രിയുടെ അകത്ത് ഈ പ്രശ്നങ്ങൾ നിരന്തരം പറയുകയും ഒറ്റയ്ക്ക് തന്നെ ജോലി ഒരു നടി എന്നുള്ള രീതിയിൽ തന്നെ ആ ഇഷ്യൂസിലൊക്കെ ഈ പല ന്യൂസ് അവർ ചർച്ചയിലും പങ്കെടുക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അന്നൊക്കെ. പിന്നീട് ഒരു IFFKയിലാണ് WCCനെ അവർ പബ്ലിക്കലി അനൗൺസ് ചെയ്യുകയും ആളുകളെ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ചേർക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നുമില്ല. അവിടെ സ്റ്റാള് വിസിറ്റ് ചെയ്യുക, നമ്മുടെ ഇമെയിൽ ID നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. അതല്ലാതെ നമ്മളൊരു പണമൊന്നും വാങ്ങിച്ചുള്ള അങ്ങനത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാവാം. അപ്പം അവിടെ എഴുതി വെച്ചാൽ മതി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനും സ്വാഭാവികമായിട്ട് എഴുതി എൻ്റെ പേരും ഇമെയിൽ ID ഒക്കെ എഴുതി അങ്ങനെയാണ് കളക്റ്റീവിലേക്ക് ഞാൻ എത്തുന്നത്. പിന്നെ അതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പല ലെയറിലും നിൽക്കുന്നതും പല രാഷ്ട്രീയ അവബോധത്തിലുള്ളവരും ഒക്കെയുള്ള സ്ത്രീകളാണത്. അപ്പോൾ അവർക്ക് സമയം വേണം പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ ഈ സമയമൊക്കെ താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് കിട്ടുമെന്നുള്ളതാണ്. അതെപ്പോഴും ഉണ്ട് ആ ഡിസ്പാരിറ്റി. ഞാൻ പറഞ്ഞ ചില അത് മനുഷ്യർക്ക് അത് പറയുമ്പോൾ ചിലപ്പോൾ വേദനിക്കും.